പ്ലീസ് വെയിറ്റ്. ഈ ക്ലിപ്പ് എന്തുകൊണ്ടിടുന്നു എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലായി. ഇതിലെ ഒരു ഖാദിലായ വശം മരണപ്പെട്ട അമ്പിയ ഔലിയാക്കളോടുള്ള തേട്ടവും. ഇനി ഔലിയ ജീവിച്ചിരിപ്പുണ്ട് വിചാരിക്കുക, അയാളുള്ള തേട്ടമൊക്കെ ശിർക്കാവോ? ആവോ? മൂസാ നബിയോട് ബനു ഇസ്രായേലിൽ പെട്ട ഒരാൾ ചോദിച്ച ചോദ്യത്തെ ആ സഹായം തേട്ടത്തെ ആരെങ്കിലും ശിർക്കെന്ന് പറഞ്ഞിരുന്നോ? നാം മരിച്ചുപോയ മൂസാ നബിനോടാണെങ്കിലോ? ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇടക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദ് മനസ്സിലാതെ പോയി. ഇതിനെ നയിച്ച ജാഹിലുകളായിട്ടുള്ള ആലിമുകൾ ഉണ്ടല്ലോ, ആലിമുകളാണ് സ്വയം കരുതിയ ജാഹിലുകൾ. ഒരു പഠിപ്പിച്ചെടുത്ത് പറ്റിയ തെറ്റാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മൂസാ നബിനോടാണെങ്കിലോ? ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇടക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദ് മനസ്സിലാതെ പോയി. ഇതിനെ നയിച്ച ജാഹിലുകളായിട്ടുള്ള ആലിമുകൾ ഉണ്ടല്ലോ, ആലിമുകളാണ് സ്വയം കരുതിയ ജാഹിലുകൾ. ഒരു പഠിപ്പിച്ചെടുത്ത് പറ്റിയ തെറ്റാണ്. സലഫുകളിൽപ്പെട്ട വലിയ ഒരു സംഘം ആളുകൾ പരിശുദ്ധ ഖുർആൻ എഴുതിക്കൊണ്ടോ അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ വെള്ളത്തിൽ എഴുതിക്കൊണ്ട് വശുർബിഹി അത് കുടിക്കുക, അതല്ലെങ്കിൽ അതിലേക്ക് ഊതിയിട്ട് കുടിക്കുക. വജഅലി ദാലിക മിന ശിഫാഇ അല്ലദീ ജഅലല്ലാഹു ഫീ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയ ശിഫയിൽ അവർ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. സലഫുകളിൽ ധാരാളം ആളുകൾ അതിൽ ഇളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ മുൻ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന സമാഹത്തു ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹിമഹുല്ലാ, അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്? അനി നഫസ് ഫിൽ മാഇ ثم يسقاه المريض استشفاء بريق ذلك النافذ وما على لسانه حينئذ من ذكر الله تعالى او شيء من الذكر كآية من القرآن او نحو ذلك. ഒരാൾ മന്ത്രിച്ചിട്ട് ആ മന്ത്രിച്ചൂതിയ വെള്ളം ഒരു രോഗി കുടിക്കുന്നു, അതിൽ നിന്ന് ശിഫ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ വല്ല വിരോധമുണ്ടോ? ഖുർആനും ദിക്റുകളും ഒക്കെ ഓതിയിട്ടുള്ള ഫഅജാബ, അപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് ലാ ബഅസ ബിദാലിക ഫഹുവ ജായിസുൻ, അതിനൊരു കുഴപ്പവുമില്ല, അത് ജായിസാണ്. ബൽ ഖദ് സറഹൽ ഉലമാ ബിസ്തിഹ്ബാബിഹി, ധാരാളം പണ്ഡിതന്മാർ അത് നല്ലതാണ് ഈ പുസ്തകത്തിൽ നിന്നാണ്. എന്നാൽ ജബ്ബാർ മൗലവി കേട്ടോ, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലെ വഴി അറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് ബ്രാക്കറ്റിൽ എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് എനിക്ക് വഴി കാണിച്ചു തരണമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ, മെല്ലല്ല, എന്തിനാ ഉച്ചത്തിൽ വിളിക്കണത്? എന്തിനാ ഉറക്കെ വിളിക്കണത്? അത് പ്രാർത്ഥനയാണെങ്കിൽ ഉറക്കെ വിളിക്കണോ? ഉദ്ഉ റബ്ബക്കും തദർറും വഖുഫിയ എന്ന് പറഞ്ഞല്ലേ. അള്ളാഹിനെ വിളിക്കേണ്ടത് ഒച്ചത്തിലല്ല, അള്ളാഹിനെ മെല്ലെ വിളിക്കണ്ടേ. പിന്നെ എന്തിനാ ഒച്ചത്തിൽ വിളിക്കാൻ ജബ്ബാർ മൗലവി എഴുതിയത്? അത് പ്രാർത്ഥനയല്ലാത്തത് കൊണ്ടാണ്. ഏതെങ്കിലും നിലക്ക് സഹായം തേടൽ ഷിർക്കാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി വ്യക്തമാക്കി. ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പുള്ള ഹൈഅത്തു കിബാറുൽ ഉലമയിലെ മെമ്പറായിട്ടുള്ള മദീന പള്ളിയിൽ ദർസെടുത്തുകൊണ്ടിരിക്കുന്ന വലിയ പണ്ഡിതനായ അഷ്ശൈഖ് സാലിഹ് ഇബ്നു അബ്ദില്ല അൽ ഉസൈമി ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തോടൊരു ചോദ്യം. എന്താണ് ചോദ്യം? ഹലിൽ ഇസ്തിഗാസത്തു ബിൽ ജിന്നിൽ ഹാദിരി ഷിർക്കുൻ അം ഹറാം, ഹാദിറായ ജിന്നിനോട് സഹായം തേടൽ ഷിർക്കാണോ അതല്ല ഹറാമാണോ? എന്താണ് അദ്ദേഹത്തിന്റെ ഉത്തരം? ഖാല ഹിയ ഷിർക്കുൻ, അത് ഷിർക്കാണ്. ലിഅന്ന തഹഖഖ ഹുദൂരിഹി ലാ യുഅലം, കാരണം അവർ ഹാദിറാണ് എന്നതിന് എന്ത് തെളിവാണ് നമ്മളുടെ അടുക്കലുള്ളത്? അവർ ഗായിബുകളാണ്. നമ്മുടെ അടുക്കൽ ഉണ്ട് എന്നതിന് ഏതെങ്കിലും നിലക്കുള്ള തെളിവ് വേണം. അത് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടണം. അതിനുള്ളൊരു മാർഗമില്ല. പരിസര പ്രദേശത്ത് ഹാളിറാണെന്ന് വ്യക്തമായ ബോധ്യമുള്ള ഒരു ജിന്നിനോടോ മലക്കിനോടോ അതിന്റെ കഴിവിൽപ്പെട്ട ഒരു വിഷയം ആരെങ്കിലും ചോദിച്ചാൽ അതിനെ പ്രാർത്ഥനയെന്ന് പറയാൻ പറ്റൂല. അതതിന്റെ സാങ്കേതികതയാണ്, അതല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നല്ല. ഈ വാദം പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഈ ആരോപണം പറയുന്നത്? ത്തോട് മറ്റൊരു ചോദ്യം. ഹൽ സഹീഹുൻ അന്ന ഇസ്ഖാത്തൽ മർഅതി ലിൽ ജനീൻ ഹുവ മിനൽ ജിന്നി വശയാത്തീൻ, ചില സ്ത്രീകൾക്ക് അവരുടെ വയറ്റിൽ വെച്ച് കുട്ടി മരണപ്പെട്ടിട്ട് അങ്ങനെ ആ ഗർഭം അലസിപ്പോകുന്നു, ഇതിൽ ജിന്നിന് ശൈത്താനുകൾക്ക് വല്ല പങ്കുമുണ്ടോ എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി? നഅം, അതേ പങ്കുണ്ട്. ഖദ് തുഅസ്സിറു ശയാത്തീൻ, പിശാചുക്കൾ അതിൽ സ്വാധീനിക്കുന്നുണ്ട്. തദ്രിബു ബത്നൽ മർഅ വതുസബ്ബിബു സുഖൂത്തൽ ജനീൻ, സ്ത്രീയുടെ വയറിന് പിശാച് അടിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് അബോർഷൻ സംഭവിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇദാ ഖാഫത്തിൽ മർഅതു മിന ശയാത്തീൻ ഫഇന്നഹും യദുറൂനഹ, വല്ലാതെ പിശാചിനെ പേടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പിശാച് അവരെ കളിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യും. ഫഇന്നഹും യദ്രിബൂനഹ വയുസ്ഖിതൂന ഹംലഹ ഔ യഖ്തുലൂനഹു, അങ്ങനെ അവർ സ്ത്രീകളെ അടിക്കുകയും അല്ലെങ്കിൽ അവരുടെ വയറ്റിന് അടിക്കുകയും അങ്ങനെ ആ ക്യാരിയിങ്, ആ ഗർഭം അലസാൻ അത് കാരണമായി തീരുകയും ആ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്യുന്നു. ഔ യഖ്തുലൂനഹു, ആ കുഞ്ഞിനെ കൊല്ലാൻ വരെ ശൈത്താൻ കാരണമായി തീരുന്നു. എന്നാൽ
അമ്മാ ഇദാ തവക്കലത് അലല്ലാഹി വഅതമദത് അലല്ലാഹി വസ്തആദത് ബില്ലാഹി ഫഇന്നഹും ലൻ യദുർറഹാ വലൻ യദുർറഹം ലഹാ. എന്നാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയും അല്ലാഹുവിനോട് കാവൽ തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണെങ്കിൽ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു അവരെ സംരക്ഷിക്കുന്നതാണ്. അതല്ലെങ്കിൽ ജിന്നുകൾ ഇതേപോലെയുള്ള പല കാര്യങ്ങൾക്കും കാരണമായി തീർന്നു. വയറ്റിലെ കുഞ്ഞ് മരിക്കാൻ വരെ പിശാച് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ കൊണ്ടുവന്ന് ഉദ്ധരിച്ച് ഞങ്ങൾ ശിർക്കുൻ അക്ബറാണ് വിശ്വസിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന പണ്ഡിതനായ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫ്ളഹുല്ലാ പറയുന്നു. എന്താണ് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? അതേ ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാർ, അന്ന് താങ്കൾ ആ ലേഖനം തന്നെ ഒന്ന് വായിച്ചു. ഇതാണ് ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ, അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. 2012 ഒരു തൗഹീദ്, 2013 വേറെ തൗഹീദ്. എവിടുന്നാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, എന്താ നിങ്ങൾ എഴുതാത്ത വാദം? നിങ്ങളുടെ വാദത്തിന് ഞങ്ങൾ ഗണ്ണിച്ചു. എന്തേ ഞങ്ങളെ വാദത്തിന് നിങ്ങൾ ഗണ്ണിക്കാത്തത്? നിങ്ങളെ ഒരു വേണത് ഇത് ഞങ്ങൾക്കൊരു വാദം നിങ്ങൾക്കൊരു വാദം രണ്ടും അംഗീകരിക്കുമ്പോഴല്ലേ ഇത് വാദപ്രതിവാദക? നിങ്ങൾ പറഞ്ഞു യാ ഇബാദത്തയിൽ മഹാന്മാർ പെടൂല, ഞങ്ങൾ എഴുതിപ്പെടും. ഇതേപോലെ യാ ഇബാദത്തയിൽ ശിർക്കില്ലെന്ന് പറഞ്ഞതോടെ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞു എന്ന് ഞങ്ങൾ പറയുന്നു. എഴുതാൻ തന്റെ ഇടമുള്ള സക്കരിയാക്കളുണ്ടോ? ഉണ്ടെങ്കിൽ എഴുത്. ആൺകുട്ടികളാണെങ്കിൽ എഴുത്. ഇല്ലെങ്കിൽ നാളെ മുജാഹിദ് കേരളം നിങ്ങളെ കൈകാര്യം ചെയ്യും. ഇല്ലെങ്കിൽ നാളെ മുജാഹിദ് കേരളം നിങ്ങളെ കൈകാര്യം ചെയ്യും. ഇല്ലെങ്കിൽ നാളെ മുജാഹിദ് കേരളം നിങ്ങളെ കൈകാര്യം ചെയ്യും. നിങ്ങളോടാ ചോദിച്ചത്. സക്കരിയ സുലൈദ 2 പുസ്തകവും ഞങ്ങൾ എടുത്തു. അബ്ദുൽ ഹക്ക് സുല്ലമിയുടെ പുസ്തകം എടുത്തു, അൽ മനാർ. അതുപോലെ തന്നെ നിങ്ങളെ ഇസ്ലാഹും എടുത്തു. ഇത് രണ്ടും പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. പിന്നെ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി പറഞ്ഞു, മൗലവി ലാ തശ്കുവന്ന ലി അഹദിൻ മിൻ ഖൽഖി. അഹദ് പറഞ്ഞാൽ ജിന്നു വിടോ, മലക്ക് പെടോ, മനുഷ്യൻ പെടോ? പറയണം നിങ്ങൾ സമൂഹത്തോട്. ജിന്ന് പെടുമോ, മലക്ക് പെടുമോ? പുഴയിൽ ഒരാളെ പെട്ടാൽ ജിന്നേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ശിർക്കല്ല. നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അവിടെ കൃത്യമാണ് എന്റെ ചോദ്യം. അല്ല, മരിച്ചുപോയ ഒരു ജിന്നിനെ, അല്ല അത് ഞാൻ പറയാം, ഞങ്ങൾ പറയാം, അത് ഞങ്ങൾ പറഞ്ഞോളാം. ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല, നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഞാൻ പറയുന്ന വിഷയം ശ്രദ്ധിക്കും. ഒരാൾ പുഴയിൽ വീണു, അയാൾ വിളിച്ചു ജിന്നേ, അത് ശിർക്കാണ് എന്നാണോ ശിർക്കല്ല നിങ്ങളെ വാദം? അവിടെ കൃത്യമായി തന്നെ ആ ഹദീസിന്റെ മതിന്റെ ശിർക്കാണോ അടിസ്ഥാനത്തിൽ ശിർക്കല്ല? അവിടെ ഉരുളലും വിരളലും വരുന്നില്ല. ഈ സദസ്സിലൊന്ന് കേട്ടോടെ മറുപടി പറയാം. ഒരു മൗലവി പുഴയിൽ വീഴുന്നു, അയാൾ വിളിച്ചു ബാലുശ്ശേരിനെ കൊണ്ടുവന്നാൽ. അല്ലാതെ ഒറ്റ വിളി. ഇത് നമുക്ക് കുറെ കാലം ഞാൻ രാമതിൽ കാത്തിരിക്കും. നിങ്ങളെ പോലെ ഒത്തിരി ബാലുശ്ശേരിന്റെ അനുയായി ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. കാരണം എന്താ അറിയുള്ളത്? സംഭവമാണ്. കാരണം ഇത് ജനങ്ങൾക്ക് തിരിയും. ഒരാൾ പുഴയിൽ വീഴുന്നു, അയാൾ വിളിച്ചു ജിന്നേ, മലക്കേ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ? നിങ്ങളെ അഭിപ്രായം എന്താ? കൃത്യമായി ആ ക്ലിപ്പിൽ അവിടെ വിശദീകരിച്ചു. നിങ്ങൾ പറഞ്ഞോ ശിർക്കാണോ ശിർക്കല്ലേ? പറ. അല്ല, നിങ്ങളെ നാവിന്ന് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അത് പറയാനായിട്ട് അല്ലല്ല, നിങ്ങളൊന്ന് പറയും. എന്റെ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. ശിർക്കാണോ ശിർക്കല്ല? ഒരാൾ പുഴയിൽ വീടുന്നു, അയാളോട് വിളിച്ചാൽ ശിർക്കാണെന്നോ ശിർക്കല്ല? അഭിപ്രായം കൃത്യമായി ഇവിടെ ശിർക്കാണോ? അല്ല, അല്ലാഹുവിനോടാണ് വിളിക്കേണ്ടത്. ശിർക്കല്ല. അത് വേറെ. ശിർക്കാണോ ശിർക്കല്ല? എന്താ പറഞ്ഞത്? ശിർക്കല്ല. നിങ്ങൾ എങ്ങനെ? അതെ, അഭിപ്രായം. അപ്പൊ കൃത്യമല്ല അവിടെ ആവശ്യം. ശിർക്കല്ല. പുഴയിൽ വീണാൽ ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല. അല്ല, ശിർക്കല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. അപ്പൊ ഞാൻ ചോദിക്കുന്നു, അപ്പൊ ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല നിങ്ങൾ സമ്മതിച്ചു? എന്താ പറയാൻ പേടി? നിങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞു. പുഴയിൽ ഒരാൾ, ഈ ജനങ്ങൾ കേൾക്കട്ടെ,